ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഫ്രൂട്ട്, അതായത് നമ്മുടെ വാഴപ്പഴം. വാഴപ്പഴം എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂട്രീഷ്യസ് ഫുഡ് എന്നൊന്നും കൺസിഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമല്ല. നമ്മൾക്കത് കൂടുതലായിട്ട് അവൈലബിൾ ആയത് കാരണം വല്ലപ്പോഴും കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ഫ്രൂട്ട് എന്നുള്ള നിലയിൽ നമ്മൾ വെറുതെ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ വാഴപ്പഴം അത്ര നിസ്സാരക്കാരനല്ല. വാഴപ്പഴത്തിൽ പൊട്ടാഷ്യവും വൈറ്റമിൻ B6ഉം കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വിക്ക് എനർജി തരാനായിട്ട് ഈ പറഞ്ഞ വാഴപ്പഴത്തിന് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളെ ബാലൻസ് ചെയ്യാനായിട്ടും വാഴപ്പഴം നമ്മളെ സഹായിക്കുന്നുണ്ട്. പൊട്ടാഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെർവുകളുടെ കണ്ടക്ഷനായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അതുവഴി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ തടയാനും വാഴപ്പഴം നമ്മളെ സഹായിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഊർജ്ജം തരാനായിട്ട് വാഴപ്പഴത്തിന് സാധിക്കുന്നത്. വൈറ്റമിൻ B6 ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിന്തസൈസിനായിട്ടും വാഴപ്പഴം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനായിട്ടും വാഴപ്പഴം സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മലബന്ധമൊക്കെ ഉണ്ടാവുക, അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാവുന്നവരാണെങ്കിൽ വാഴപ്പഴം കഴിച്ചാൽ മതി, ശരിയായിക്കോളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ വാഴപ്പഴത്തിന് സഹായിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. IFCT പ്രകാരം 100 ഗ്രാം ബനാനയുടെ ന്യൂട്രിറ്റീവ് വാല്യൂ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെല്ലാമാണ് വാഴപ്പഴം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അത്ലറ്റ്സുകൾ പ്രീ വർക്കൗട്ട് മീലായിട്ട് ഈ വാഴപ്പഴം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കാരണം ക്വിക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പ്രീ വർക്കൗട്ട് മീലായിട്ട് വാഴപ്പഴം യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ ഫറ്റീഗ് അനുഭവപ്പെടുന്നവർ, അതായത് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടുന്നത്, റിക്കവറിങ് പേഷ്യൻസ്, തീരെ എനർജി ഇല്ലാന്ന് തോന്നുന്നവർക്കൊക്കെ വാഴപ്പഴം ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആൾക്കാർക്കും വാഴപ്പഴം സ്ഥിരമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ബ്ലഡ് പ്രഷർ നോർമൽ ആവാനായിട്ട് വാഴപ്പഴം നമ്മളെ സഹായിക്കും. ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റിന്റെ കൂടെയാണ് നമ്മൾ ഈ വാഴപ്പഴം എടുക്കാനായിട്ട് പറയുന്നത്. അല്ലാതെ വാഴപ്പഴം മാത്രം കഴിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നമ്മൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ വാഴപ്പഴത്തിൽ നിന്നും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആരെല്ലാമാണ് വാഴപ്പഴം മൊത്തത്തിൽ ഒഴിവാക്കേണ്ടത്? പൊട്ടാഷ്യത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ കിഡ്നി ഡിസീസ് ഉള്ളവർ ഈ വാഴപ്പഴം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതൊക്കെ സമയത്ത് വാഴപ്പഴം നമുക്ക് കഴിക്കാമെന്നുള്ളതിന് പ്രീ വർക്കൗട്ട് മീലായിട്ട് നമുക്ക് വാഴപ്പഴം എടുക്കാമെന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും മിഡ് മോർണിംഗ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് വാഴപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്